അമൂല്യമായൊരു ബന്ധമാണ്. തനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഹായ്, സജന ഫിറോസ് റസുൽ പൂക്കുറ്റി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ സജന തന്നെയാണ് തെറ്റുകാരി എന്നുള്ളത് തുടക്കം മുതലേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജന ആദ്യം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ അക്കൗണ്ട് ഹാക്കായി പോയി, തൻ്റെ അക്കൗണ്ടിൽ വേറെ ആരോട് ഇങ്ങനത്തെ ഒരു പണി ഒപ്പിച്ചതെന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. അതിനെ പൊളിച്ചടിക്കൊണ്ട് ഫിറോസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫിറോസ് ഇട്ടിട്ടുണ്ട്, തെളിവടക്കം ഫിറോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സജന വീണ്ടും ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. താൻ അത്തരക്കാരിയല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല എന്ന രീതിക്ക്. പിന്നെ വീണ്ടും വീണ്ടും അത് പറഞ്ഞു വന്നപ്പോൾ സജന റസുൽ പൂക്കുറ്റി ബന്ധം അത് വളരെ ദൃഢമാകുന്നൊരു ബന്ധമാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛനാണോ, അതായത് ബാപ്പയാണോ, ചേട്ടനാണോ, അല്ലെങ്കിൽ സഹോദരനാണോ, ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ബന്ധമാണ്. അത്രയ്ക്കും അമൂല്യമായൊരു ബന്ധമാണ്. ആ ബന്ധത്തിലാണ് ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ കുട്ടി. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ വന്നിരുന്ന് പറയാൻ നാണക്കേട് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ബന്ധമാണ്, ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അറിഞ്ഞു. ശരി, നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ ഫിറോസുമായിട്ടുള്ള എനിക്കൊരു ബന്ധവുമില്ല, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ റിലേഷനാണ്. ഈ ഒരു വിഷയം പറഞ്ഞാൽ മതിയായിരുന്നു, അതോടെ തീർന്നു. ആരും ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കാനും വരത്തില്ല, ആരും ഇത് ചെയ്യാനായിട്ടും പോകത്തില്ല, ഒരു കാര്യം അന്വേഷിക്കാൻ ആരും വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ തലയിൽ വെച്ച് കേട്ടാണ് ഫിറോസ് പറഞ്ഞത് തെറ്റാണ്, ഫിറോസ് പറയുന്നത് കള്ളത്തനാണ്, ഈ കൂട്ടുകാരാണ് ഇതിൽ നിന്ന് ചതിച്ചത്. ഈ ഫ്രണ്ട്സിനേക്ക് ഇതിൻ്റെ ഇടയിൽ വലിച്ചിഴയ്ക്കുന്നത് എന്തിനാണ്? ഇപ്പം നിങ്ങളെ കൂടെ നിന്ന ഫ്രണ്ട്സ് തന്നെ നിങ്ങളെതിരെ പറയുമ്പോഴത്തേക്കും നിങ്ങളെ സ്വഭാവം മൊത്തത്തിൽ പുറത്തു വരികയല്ലേ? അവർ തന്നെ പറയുന്നുണ്ട്, അവളെ പിണക്കി കഴിഞ്ഞാൽ അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവളും എന്തും പറയാൻ മടിക്കാത്തവളും എന്ത് സ്വഭാവമാണെന്ന് അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല. നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും ഇത്രയും നാളെ നിന്നത്. കാരണം എന്തെങ്കിലും തെളിവുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഇതുപോലെ ഓരോരുത്തരെ കൊടുക്കാനും 3 കോടി ചോദിക്കാനും. പൈസയാണല്ലോ നിങ്ങൾക്ക് വലുത്. പൈസ ഉള്ളവർക്ക് ആക്രാന്തം, പൈസ വീണ്ടും വീണ്ടും കിട്ടണം എന്നൊരു ആക്രാന്തം മാത്രമല്ലേ കാണുള്ളൂ. റസുൽ പൂക്കുറ്റിയിൽ നിന്ന് തന്നെ 35 ലക്ഷം രൂപയിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെ റസുൽ പൂക്കുറ്റി, തനിക്ക് എന്തിൻ്റെ കേടായിരുന്നടോ? സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ട്, ആ കുടുംബത്തിനെ വിട്ടിട്ട് വന്നു കിടന്ന് കാണിക്കുന്ന കാണിപ്പ്. കുറച്ചെങ്കിലും ഭാര്യയുടെ അടുത്ത് സ്നേഹമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പരിഗണനയും കൊടുത്തിരുന്നെങ്കിൽ താൻ ഇത്തരം ഒരു വേലത്തനം കാണിക്കില്ലായിരുന്നു. ഒന്നാമത് സുഖമില്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല. ഇതൊക്കെ എന്തിൻ്റെ കേടാണ് അവിടെ? ഒരുമാതിരി ഒരു വൃത്തികെട്ട സംഭവം പോലെ. ഈ സീരീസ് അവസാനിക്കാത്തത് പോലെയാണ് ഈ തുടർന്നുകൊണ്ട് പോകുന്നത്. ആദ്യം ഫിറോസ് വരുന്നു, അതിനുശേഷം സജന വരുന്നു, വീണ്ടും ഫിറോസ് വരുന്നു, അതിനുശേഷം വീണ്ടും സജന വരുന്നു, ഇപ്പോൾ ഇവർ രണ്ടുപേരെയും ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. ഇത് ഈ ഇടക്കാലത്തൊന്നും തീരില്ല. ഒരു നാണം കെട്ട ഒരു പരിപാടി. ഇതിൽ പെട്ടിരിക്കുന്നത് റസുൽ പൂക്കുറ്റിയാണ്. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, വല്ലാത്തൊരു സ്ഥിതിയിൽ പെട്ടിരിക്കുകയാണ്. റസുൽ പൂക്കുറ്റി വിചാരിച്ചു കാണില്ല സജന ഇത്തരക്കാരി ആയിരിക്കുമെന്ന്. സജനയ്ക്ക് നല്ലൊരാളെ കിട്ടി, ഇപ്പം നമ്മൾ പണം ഉണ്ടാക്കി കളയാം എന്ന രീതിക്ക് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കെയറിങ് ഏട്ടായി. ഷൂട്ടിങ്ങിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അവിടെ പോയപ്പോൾ ഒരു പടുകുഴിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കരകയറ്റിയ വ്യക്തിയാണ്. കെയറിങ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കെയറിങ് ഏട്ടായി. കെയറിങ് കൊണ്ടുവന്ന് ഇത്രയും മേലെത്തിച്ചു. നാട്ടുകാരുടെ തെറിവിളി, സോഷ്യൽ മീഡിയക്കാരുടെ തെറിവിളി, എവിടെ നോക്കിയോ ഉള്ള ആൾക്കാരുടെ തെറിവിളി. കമൻറ്റ് ബോക്സ് കാണണം. ഓരോരുത്തർ ചെയ്തിടുമ്പോൾ വീഡിയോസിലായാലും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വീഡിയോസിലായാലും വന്നിരുന്ന കമൻസുകൾ ഒന്ന് വായിക്കണം. നിങ്ങൾ ഇതിനു മുമ്പും ഷൂട്ടിങ്ങും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഫിറോസ് ഇതിൻ്റെയൊക്കെ തെളിവ് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? ഫിറോസ് ഈ റസുൽ പൂക്കുറ്റി പറഞ്ഞത് മാത്രമാണോ നിങ്ങൾക്ക് കയറിക്കൊണ്ടത്? അത് മാത്രം സത്യമല്ലെന്നോ? അത് മാത്രം സത്യമാണെന്നോ?
ഫിറോസിനെ വേണ്ട, വേറൊരുത്തൻ്റെ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ ലെറ്റർ എഴുതി വെച്ചതൊക്കെയാ. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയായിരുന്നു. ഈ ഡിവോഴ്സായി പോയവർ പോലും ഇങ്ങനെ ചെളിവാരി എറിയുന്നതും അവരെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുന്നതും ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക്. എന്തായാലും ഇത് കാണുന്ന കുറച്ച് പേര് ഒരു എന്റർടൈൻമെന്റ് പോലെ കാണൂല. മുമ്പ് രേണുസുതി ആയിരുന്നു ഭയങ്കര ഒരു ചർച്ചാ വിഷയമൊക്കെ. ഞാൻ രേണുസുതിയെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് അവർ ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ ഞാൻ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം സുധി മരിച്ചിരുന്ന സമയത്തൊക്കെ കഷ്ടപ്പാടാണ്, പാവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനുശേഷം രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചിട്ടുള്ളതിനൊക്കെ എനിക്കത് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. എനിക്ക് അത് ഇഷ്ടവും ഇല്ലായിരുന്നു. ആ ടോപ്പിക്ക് ഞാൻ ഇന്നേ വരെ എടുത്തിട്ടുമില്ല. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ എടുക്കണം. എന്തിനാണ് അവരെ വിഷയം നമ്മൾ സംസാരിക്കുന്നത്? പക്ഷെ രേണുസുതി ആയിരുന്നു മുമ്പ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത്. അതിനുശേഷം വരുന്നൊരു തരംഗമാണ് സജന, റസുൽ പൂക്കുറ്റി, ഫിറോസ്. പക്ഷെ ഇന്നൊന്നും തീരത്തില്ല, ഈ ഇടയ്ക്കൊന്നും തീരത്തില്ല. കാരണം ഓരോ കഥകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൂട്ടുകാർ കൂടെ ഓരോ കഥകൾ പറഞ്ഞിറങ്ങുമ്പോൾ തൃപ്തിയാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫിറോസുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു. ഇനി തനിക്ക് ഏത് റിലേഷനിൽ പോയാലും വേറെ ആർക്കും ഒന്നുമില്ല, ഞാൻ റിലേഷൻ ആവട്ടെ അല്ലെങ്കിൽ റിലേഷൻ ചെയ്യാൻ ആരും എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ വരണ്ട, അല്ലെങ്കിൽ റിലേഷനാണ് എന്ന രീതിക്ക് നിങ്ങൾ പറഞ്ഞാൽ അവിടെ തീരുമായിരുന്നു എല്ലാ പ്രശ്നവും. ആരും ഇത് ചകഞ്ഞു പിടിച്ച് നോക്കാൻ വരത്തില്ലായിരുന്നു. നിങ്ങൾ പറയുന്നത് വെച്ചിട്ടാണ് ഈ ആൾക്കാർ ഒന്നിനായിട്ട് കെട്ടുകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ദയവേത് ഇനിയും ഇതിനെതിരെ നിങ്ങൾ ഓരോന്നും വന്നിരുന്ന് പറയാതെ നിങ്ങളെ കാര്യം നോക്കി ജീവിക്കൂ. ആരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് ആരോടൊപ്പമാണ് ജീവിക്കേണ്ടത്, നിങ്ങൾക്ക് ആരോടൊപ്പമാണ് പോവേണ്ടത്, അത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇവിടെ വന്നിരുന്ന് അവരെ കുറ്റം പറയുക, അവിടെ വന്നിരുന്ന് ഇവരെ കുറ്റം പറയുക, ഇതിനെല്ലാം കാരണം ഫ്രണ്ട്സിനെ കുറ്റം പറയുക, ഇത് ദയവ് ഇത് ചെയ്യാതിരിക്കൂ. ഓക്കെ.